ഇങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ സംഗീതം. എന്നെ എവിടെയെങ്കിലും പുറത്തുവിടാണ്ട് പൂട്ടിയിട്ട് ഞാനിങ്ങനെ സംഗീതം ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടായോ? ഇതെന്താണിത്? ഭൂമി കുലുക്കോ? എന്റെ തല മാത്രം കിടന്ന് കുലുങ്ങുണ്ടല്ലോ. അത് എന്താണിത്? ജീൻസിന് ജീൻസ്. അതിനി അത് കടിച്ചോണ്ടിരിക്കാം. ദേ വീണ്ടും. എന്റെ മോക്കം ഇപ്പൊ പറഞ്ഞു പോരൂലോ. കാര്യം ഞാൻ ഭക്ഷണം കഴിച്ചാ ഭക്ഷണത്തെ ഫുൾ എന്റെ മുഖത്താണെങ്കിലും ഇങ്ങനെയൊക്കെ ഒരാളെ മുഖം തുറപ്പിക്കാൻ പാടും. അവള് വരുന്നതിന് മുമ്പ് ബോൾ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിക്കണം. എനിക്ക് ആകെപ്പാടുള്ള ഒരു എൻ്റെ ഓറഞ്ച് ബോളാണ്. ഇപ്പൊ വരുവുള്ള എൻ്റെ ബോള് തട്ടിയെടുക്കാം. ഇങ്ങോട്ട് പാടി നിങ്ങൾക്ക് കടി തരൂട്ടി, ഞാൻ കടി തരൂട്ടി. കണ്ടോ അവള് ചെയ്യണോ എന്താ? എന്റെ ബോൾ അവള് തട്ടിയെടുക്കാൻ ഗൈസ്. ഐ വാണ്ട് ജസ്റ്റിസ്. തരില്ല. ഇനി എൻ്റെ ബോള് നിനക്ക് കിട്ടുമെന്ന് നീ കരുതണ്ട. നിനക്ക് ഞാൻ തരില്ല. അല്ല പിന്നെ നിനക്കാണെങ്കിൽ നീ വേറെ ബോൾ എടുത്ത് കളിക്കടി. എന്തേലാവട്ടെ. ഹായ് അമ്മൂമ്മ. അമ്മൂമ്മേൻ്റെ അടുത്ത് ഇരിക്കാം. അമ്മൂമ്മയ്ക്ക് മാത്രമാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് തരാൻ തോന്നാറുള്ളൂ. അതുകൊണ്ട് നല്ല ഫുഡും കിട്ടും. അതേ മാക്രി വേണ്ട, അവളുടെ പുറകെ പോണ്ട. അവൾ എനിക്കൊന്നും തരാറില്ല. അമ്മൂമ്മേനെ സോപ്പ് ഇട്ടിങ്ങനെ ഇരിക്കാം. അതാണ് എൻ്റെ വയറിന് നല്ലത്. വീണ്ടും കിട്ടി ഗൈസ് എൻ്റെ ബോളിൽ. അങ്ങനെ അവൾക്ക് എന്നെ പേടിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, നീ എത്ര ബോളിട്ട് തട്ടിയാലും ഞാൻ പോയി എടുക്കുകയാണ്. അല്ല പിന്നെ എനിക്ക് വേറൊരു പണിയില്ലല്ലേ, എന്റെ ബോളും തട്ടി കളിച്ചോണ്ടിരിക്കുക. ട്രെയിനിങ് ഒക്കെ ചെയ്ത് ചെറുതായിട്ടൊക്കെ ഒരു റിസൾട്ട് ഉണ്ട് ഗൈസ്. വെയിറ്റ് ചെയ്യൂ. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ ശവാസനം. ശവം പോലെ കിടക്കുകയാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മളിങ്ങനെ ശാസ്ത്രാംഗ പ്രണമിച്ച പോലെ കിടക്കണം. എന്നാലാണ് നമുക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് യോഗ ഒക്കെ ചെയ്യുന്ന ആളാണ്, മനസ്സിലായോ? അവള് വീണ്ടും വന്നല്ലോ എന്റെ ബോള് തട്ടിയെടുക്കാൻ. ബൈ ബ്രോ ബൈ. എന്തിനാണ് നീ ബോൾ എടുക്കുന്നത്? വെരി ഗുഡ്. അങ്ങനെ ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനലി പുറത്തിറങ്ങി തിരിച്ചു വീട്ടിൽ തന്നെ കയറി പോയാലോ. അവിടെ ആരെവിടെ ഒച്ചെടുക്കൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അകത്തേക്ക് കയറി പോവാ. വേണ്ട, അകത്ത് കയറി ഞാൻ പുറത്തിറക്കൂല. വെറുതെ നീ റിസ്ക് എടുക്കണേ. പുറത്തന്നെ ഇരിക്കാം. പുറത്തന്നെ കുറച്ചു നേരം പുലാത്തിക്കൊണ്ടിരിക്കാം. അതാണ് നല്ലത്. ഇവളെന്നെ ഇവിടെ ഇട്ടിട്ട് പോവില്ലല്ലോ. ലോല്ലേ എന്റെ പൊന്നെ ചേച്ചി, ചത്താലും ഞാൻ അങ്ങോട്ട് വരില്ല. പേടിയൊന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് എന്താണ് അറിഞ്ഞൂടെ. എനിക്ക് ആ ടിന്റുമോനെ എനിക്ക് തീരെ ഇഷ്ടല്ല. എനിക്ക് ആ ടിന്റുമോനെ അത്ര സുഖമില്ല ഞാൻ ടിന്റുമോനായിട്ട്. അതുകൊണ്ട് അവനവിടെ കിടന്നോട്ടെ, ഞാൻ അകത്തും കിടന്നോളാം. ഓക്കെ, അതാണ് എനിക്ക് നല്ലത്. നല്ലൊരു സുഖമാണ് ഞാൻ നല്ലോണം കിടന്നുറങ്ങാൻ. ഒരു പണിയെടുക്കണ്ട, സമയത്തിന് ഫുഡും കിട്ടും. ദേഹാകപ്പാടുള്ളൊരു ശല്യമാണ് ഇത്. ഇടയ്ക്ക് എൻ്റെ പേര് വിളിച്ചോണ്ടിരിക്കും. എന്നിട്ട് അവളെന്ത് കഴിക്കാനാ? അവളെന്തിട്ട് കഴിക്കണേ? അവൾ കൊള്ളാല. അതൊന്നും എനിക്ക് കാണാൻ വയ്യേ. ഞാൻ കിടന്നുറങ്ങാണേ. മതിയായി. കുറച്ചു നേരം കൂടി കിടന്നുറങ്ങാം. രാവിലെ മുതൽ വെറുതെ ഇരുന്നതാ.